ഈ ന്യൂസ് നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും. ഞാനും ഇന്നലെയാണിത് കണ്ട് കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാക്കിയത്. നമ്മുടെ ഒരു നാട്ടിൽ നമ്മുടെ ഭാര്യയ്ക്കോ അല്ലെങ്കിൽ അമ്മയ്ക്കോ പെങ്ങൾക്കോ ആണ് ഇതുണ്ടായെങ്കിൽ നമ്മൾ പ്രതികരിക്കത്തില്ലേ? പക്ഷെ അതേ കണക്കൊന്ന് പ്രതികരിക്കണം. അല്ലെങ്കിൽ നമ്മളെ സേവിക്കാനായിട്ട് നമ്മളായിട്ട് പൈസ കൊടുത്തിരുത്തിയിരിക്കുന്ന ഇങ്ങനെയുള്ള കുറച്ച് ചെറ്റകൾ, അല്ലെങ്കിൽ തന്തയ്ക്ക് പിറക്കാത്തവർ, അല്ലെങ്കിൽ പറയാൻ വാക്കുകളില്ല. ഏ പക്ഷേ ഇങ്ങനെയുള്ള ഒരു കൂട്ടം ആൾക്കാർ, മറു സൈഡിൽ നല്ല ആൾക്കാരുണ്ട്, നല്ല രീതിക്ക് സേവനം ചെയ്യുന്ന, നല്ല രീതിക്ക് ജനങ്ങൾക്ക് നല്ലത് കിട്ടണം, അല്ലെങ്കിൽ നമ്മുടെ സാമൂഹ്യ രീതിയിൽ അല്ലെങ്കിൽ സമൂഹത്തിൽ നല്ല കാര്യങ്ങൾ ഉണ്ടാവണമെന്നുള്ള രീതിയിലോട്ട് പല കാര്യങ്ങളും ചെയ്യുന്ന ഒരു കൂട്ടം ആൾക്കാർ എൻ്റെ ഫാമിലിയിലും ഉണ്ട്, അതേ കണക്കിന് ഫ്രണ്ട് സർക്കിളിലും ഉണ്ട്, എല്ലാം ഉണ്ട്. അവരെ ഒന്ന് മാറ്റി നിർത്തിയിട്ട് മറ്റുള്ളവരെ കുറിച്ചാണ് ഞാൻ പറയാൻ പോണത് കേട്ടോ. ഓക്കെ. ഈ ഈ പറഞ്ഞ CI ഒരു വർഷം അതിൻ്റെ CCTV ദൃശ്യങ്ങൾ അവിടുത്തെ CI പൂഴ്ത്തി വെച്ചിരുന്നു. അവനും അതിനൊരു പ്രതിയാണ്. സത്യം പറഞ്ഞാൽ ഇങ്ങനെയുള്ള ആൾക്കാർ റെസ്പെക്റ്റ് ചെയ്യാൻ പറ്റില്ല, പറ്റത്തില്ല. ഒരു പോലീസ് സ്റ്റേഷനിൽ ഇപ്പോൾ ഇൻക്ലൂഡ് എനിക്കറിയാം, നോർത്ത് പോലീസ് സ്റ്റേഷൻ ഞാനും പോയിട്ടുണ്ട്. അപ്പോൾ എനിക്കറിയാം ഇവന്മാരുടെ വർത്തമാനം എന്തുവാണ്. ഇവന്മാർ ഇവിടെ മാത്രമല്ല, ഏത് പോലീസ് സ്റ്റേഷനിലാണ് നാട്ടിലുള്ള പോലീസ് സ്റ്റേഷൻ, പോലീസന്മാർക്കൊരു വിചാരമുണ്ട് ഇവന്മാരൊക്കെ എന്തോ ഒരു ഭയങ്കര സംഭവമാണ്. പോലീസ് സ്റ്റേഷൻ ഇവന്മാരൊക്കെ നന്ദയുടെയൊക്കെ വകയാണോ? സീരിയസ്ലി ഒരിക്കലും ആ ഒരു ലാംഗ്വേജിൽ ഒന്നും തന്നെ സംസാരിക്കാൻ എനിക്ക് ആഗ്രഹമൊന്നുമില്ല. പക്ഷേ ഇവർ കാണിക്കുന്ന ഈ തെമ്മാടിത്തരം, ഇത് കണക്ക് എത്ര കാര്യങ്ങളാണ്. രാവിലെ എക്സ്പ്ലനേഷൻ കേട്ടപ്പോൾ പറയുവാണ് ഗർഭിണിയാണെന്ന് അറിഞ്ഞില്ല പോലും. ഓക്കെ, ഇപ്പോൾ എക്സാമ്പിൾ ഗർഭിണിയാണെന്ന് വയറുണ്ടെന്ന് വെച്ചോ, അവൻ വയറ്റി ചവിട്ടിയിട്ട് പറയുവാണ് അത് കുടവയറാണ് എന്നാണ് ഞാൻ കരുതിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെയുള്ള ഉത്തരങ്ങളല്ലേ ഇപ്പുറത്തിരുന്ന് പറയുന്നത്. അവൻ രക്ഷിക്കാൻ നോക്കിയാണ് പോലും, അവൻ തടുക്കാൻ നോക്കിയാണ്. അവൻ എന്തെങ്കിലും കടിയോ എന്തെങ്കിലും കുഴപ്പമുണ്ടെങ്കിൽ അവൻ വീട്ടിൽ പോലെ മോളെടുത്തും അമ്മയെടുത്തും ഭാര്യയെടുത്തും തീർക്കട്ടെ. അവൻ എന്തെങ്കിലും ഇവിടെ ഒന്നും ഉണ്ടാക്കുന്നത്? അവന് ക്ഷമ എന്നുള്ള സാധനം ഇല്ലെങ്കിൽ അത് ക്രിമിനലാണോ? അല്ല. പോലീസ് സ്റ്റേഷൻ എന്ന് പറയുന്നത് എന്താണെന്നാണ് ഇവന്മാർ വിചാരിച്ചിരിക്കുന്നത്. ഇവന്മാർക്ക് എന്തൊരു വലിയ പവർ കിട്ടിയ കണക്കാണ്. ഇവന്മാർക്ക് അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഇവന്മാർ പോയി ഞാൻ ഇവരുടെ അടുത്ത് പറയേണ്ട ഒരു കാര്യം, ആ യൂണിഫോം എന്നുള്ള സാധനമല്ല, ഇതിനൊക്കെ ആരും ഒരു വാല്യൂം തരത്തില്ല. അത്രയ്ക്ക് നട്ടലുണ്ട് എങ്കിൽ അതൊക്കെ ഒന്ന് ഇറക്കി വെച്ചിട്ട് നീ ജനങ്ങളോട് ഇപ്പം ഒന്ന് ഇറങ്ങി നോക്ക്, നിനക്ക് വരുന്ന വാല്യൂ എന്തെന്നോ അറിയാം. സോ പ്രതിഷേധിക്കണം, പ്രതികരിക്കണം. ഈ പൈസയുള്ള വുമൻസിന് എന്തെങ്കിലും പറ്റിക്കഴിഞ്ഞാൽ അവൾക്കൊപ്പം എന്ന് പറയാതെ, പൈസ ഇല്ലാത്ത ഏതൊരു പെണ്ണിനും എന്ത് സംഭവിച്ചാലും അവൾക്കൊപ്പം എന്ന് പറയാനുള്ള ഒരു തൻ്റെ ഇടം ഇവിടെയുള്ള മറ്റ് പെണ്ണുങ്ങളും എല്ലാവരും കാണിക്കണം കേട്ടോ. ഓക്കെ. അല്ലാതെ ഫേമസ് ആയിട്ടുള്ള ആൾക്കാർക്ക് മാത്രം എന്തെങ്കിലും പറ്റിക്കഴിഞ്ഞാൽ അത് പോയി സ്റ്റോറിയും വീഡിയോയും ഒക്കെ ഇട്ട് കഴിഞ്ഞാൽ നമുക്കും ഫേമസ് ആവുമെന്ന് വിചാരിച്ചിരിക്കുന്ന ഫേമസ് ആ ഒരു സാധനത്തെ മാത്രം ഫോക്കസ് ചെയ്തിട്ട് മാത്രം വീഡിയോയും സ്റ്റോറിയും കാര്യങ്ങളൊന്നും ഇടല്ലേ കേട്ടോ. അങ്ങനെയുള്ള കുറച്ച് ആൾക്കാരുണ്ട്, അതെനിക്ക് നല്ല രീതിക്ക് ഇപ്പോൾ അറിയാം. ശരിയെന്ന് പോലീസുകാരന്മാരുടെ അടുത്ത് എനിക്ക് പറയാനുള്ളത്, ഏമാന്മാരെ സൂക്ഷിച്ചോ കേട്ടോ. നാട്ടുകാരെപ്പോഴാണെന്ന് അറിയത്തില്ല, എല്ലാവർക്കും ഇട്ട് പണിയുന്നത്. ശരിയെന്നാ, ബൈ.